രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിന്റെ വിധി വരികയാണ്. 15 പ്രതികളും കുറ്റക്കാർ എന്നാണ് ഇപ്പോൾ കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നതായി അറിയുന്നത്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ വിധി പ്രസ്താവം നടത്തുകയാണ്. 15 പ്രതികളാണ് വിചാരണ നേരിട്ടത്. ഈ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. 2021 ഡിസംബർ 19 രാവിലെ 6:30 രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടത്. 31 പ്രതികളാണ് ഈ കേസിലുള്ളത്. 15 പേരാണ് വിചാരണ നേരിട്ടത്. ഈ 15 പേരും കുറ്റക്കാർ എന്ന് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീകുമാരൻ വിധിയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? കോടതി അല്പസമയം മുൻപാണ് വേണു ചേർന്നത്. എന്തായാലും ഈ വിധി പ്രസ്താവം കേൾക്കാൻ രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയും അമ്മയും മക്കളും അടങ്ങുന്ന വലിയൊരു സംഘം തന്നെ ഇവിടെ എത്തിയിരുന്നു. കോടതി പരിസരത്ത് RSS STP പ്രവർത്തകർ എല്ലാവരും തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നിർണായകമായ വിവരം പുറത്തു വരുന്നത് 15 പ്രതികളും കുറ്റക്കാരാണ് എന്ന നിർണായകമായ വിധി വന്നിരിക്കുന്നു. അതിക്രമിച്ചു കയറൽ, കൊലപാതകം, അനധികൃതമായി ആയുധം കൈവശം വെക്കൽ ഉൾപ്പെടെയുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങളും തെളിഞ്ഞിരിക്കുന്നുവെന്ന് ജഡ്ജി VG ശ്രീദേവി ഇപ്പോൾ അല്പസമയം മുൻപ് വിധി പ്രസ്താവത്തിൽ വായിക്കുന്നു. വിധി പ്രസ്താവം കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുക മാത്രമാണ് ഒരുപക്ഷെ ഇന്നുണ്ടാവുക. അതിനുശേഷം എന്താണ് ഈ പ്രതികൾക്ക് നൽകേണ്ട ശിക്ഷ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ വിവരമുണ്ടാവുക ഒരുപക്ഷെ അടുത്ത ദിവസമോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ ആയിരിക്കും. ഒന്നാം പ്രതി നൈസാം, അജ്മൽ, അനൂപ്, മുഹമ്മദ് അസ്ലം, സലീം പൊന്നാട്, അബ്ദുൽ കലാം അടക്കം 15 പ്രതികളാണുള്ളത്. ഈ 15 പ്രതികളും ഈ കേസിൽ കുറ്റക്കാരാണ്. അതിനിഷ്ഠൂരമായ കൊലപാതകമാണ് നടന്നത് എന്ന് ജസ്റ്റിസ് VG ശ്രീദേവി പറഞ്ഞിരിക്കുന്നു. എല്ലാ പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമാണ്. 8 പേർ നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തു. ആദ്യ 8 പ്രതികളാണ് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തത്. മറ്റുള്ള ആളുകൾ കൃത്യമായ രീതിയിൽ ഇവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തു. അതായത് മുഴുവൻ പ്രതികളും കുറ്റക്കാരാണ് എന്ന നിർണായകമായ വിധി 1.5 വർഷത്തിനു ശേഷം വരുന്നുണ്ട്. എന്തായാലും മനീഷ് മഹിപാൽ കോടതിക്കകത്തുണ്ട്. കൃത്യമായ വിധി പ്രസ്താവത്തിൻ്റെ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ കൊലപാതകത്തിനു ശേഷം 1.5 വർഷത്തിനു ശേഷം കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കി ഇപ്പോൾ വിധി പ്രസ്താവത്തിലേക്ക് കടന്നിരിക്കുന്നു. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വിധി, എന്താണ് വിധി എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇന്ന് ഉണ്ടാവുകയില്ല. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അത് ഉണ്ടാവുക, അല്ലെങ്കിൽ അത് അടുത്ത ദിവസത്തേക്ക് ജഡ്ജി മാറ്റിവെക്കാനാണ് സാധ്യത. എന്തായാലും ഈ 15 പ്രതികൾ കുറ്റക്കാരാണ് എന്ന നിർണായകമായ വിവരം വരുന്നു. എല്ലാ പ്രതികളും ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യ 8 പേർ നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്തതാണ് എന്ന നിർണായകമായ വിധിയും ഇപ്പോൾ കൃത്യമായ രീതിയിൽ പുറത്തു വരുന്നു. എന്താണ് ശിക്ഷ എന്നത് അറിയാൻ കാത്തിരിക്കുകയാണ് ഇനിയെ വരും. ഈ 15 പ്രതികളും കുറ്റക്കാർ എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും അത് വലിയ വിജയമല്ലേ? തീർച്ചയായും വേണു. അല്പസമയം മുൻപ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ ഭാര്യ ലിഷയും അതുപോലെ തന്നെ മക്കളും അമ്മയും അടങ്ങുന്ന കുടുംബം ഈ കോടതിയിലെത്തിയിരുന്നു. ഈ വിധി പ്രസ്താവം കേൾക്കാൻ വേണ്ടി കോടതിയിലെത്തിയിരുന്നു. അവർ തുടക്കം മുതലേ പറഞ്ഞു വെച്ചത് ഈ അന്വേഷണ സംഘത്തിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമാണുള്ളത്. ഈ പ്രോസിക്യൂട്ടറിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണുള്ളത്. അതായത് പഴുതടച്ച രീതിയിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ദൃക്സാക്ഷികളാണ് ഇവർ. കാരണം ഈ വീട്ടിൽ ഈ സമയത്ത് അമ്മയും അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ അനിയനും അടക്കമുള്ള ആളുകളൊക്കെ ദൃക്സാക്ഷികളായിരുന്നു. സ്വാഭാവികമായി ഈ ദൃക്സാക്ഷികളും അതുപോലെ തന്നെ റൂട്ടും ഗൂഗിൾ മാപ്പും അടക്കം ശാസ്ത്രീയമായ മുഴുവൻ തെളിവുകളും വെച്ചാണ് ഈ കേസ് അന്വേഷണം DYSP NK ജയരാജ് ആലപ്പുഴ DYSP അദ്ദേഹം പൂർത്തിയാക്കിയത്. പ്രതികൾ ഈ ആലപ്പുഴ കോടതിയിൽ നിന്ന് കേസ് മാറ്റണമെന്ന ആവശ്യമൊക്കെ ആ തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു നിർണായകമായ വിധിയിൽ അവർ അല്പസമയം മുൻപ് പറഞ്ഞു വെച്ചത് തൻ്റെ ഭർത്താവിൻ്റെ ജീവനെടുത്തത് അതൊരു മതഭ്രാന്ത് തന്നെയാണ്, മതഭ്രാന്തിൻ്റെ ഇരയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്നാണ് ഭാര്യ അല്പസമയം മുൻപ് പറഞ്ഞു വെച്ചത്. ആക്രമണത്തിൻ്റെ രീതിയെല്ലാം നോക്കുമ്പോൾ സ്വാഭാവികമായി അതെല്ലാം തന്നെ മനസ്സിലാകുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ പ്രതികരണത്തിന് ശേഷം അവരിപ്പോൾ വിധി കേൾക്കാൻ കോടതിക്കകത്തേക്ക് പോയിരിക്കുകയാണ്. ആ കോടതിക്കകത്ത് അവർ വിധി കേട്ടുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ പ്രതികളെയും അല്പസമയം മുൻപാണ് തൊട്ട് പുറകിലുള്ള ജയിലിൽ നിന്ന്, മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് കോടതിയിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഇന്ന് ഒരു പക്ഷേ ഈ എന്താണ് ഇക്കാര്യത്തിലൊരു വിധി എന്നതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത ഉണ്ടാകില്ല. ഈ 15 പ്രതികളും കുറ്റക്കാരാണ്. ഇതിൽ ആദ്യ 8 പ്രതികൾ ഇതിൽ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരാണ് എന്ന രീതിയിൽ കോടതിയുടെ തീരുമാനം വരുന്നു. അല്ലെങ്കിൽ 15 പ്രതികളും കുറ്റക്കാർ, 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് മേൽ കൊലക്കുറ്റം തെളിഞ്ഞു എന്ന നിർണായകമായ വിവരം പുറത്തു വരുന്നു. 1 മുതൽ 8 പ്രതികളുടെ മേൽ കൊലക്കുറ്റം തെളിഞ്ഞിരിക്കുന്നു. അനധികൃതമായ ആയുധം കൈവശം വെക്കൽ, ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ 1 മുതൽ 8 വരെയുള്ള പ്രതികളുടെ മേൽ തെളിഞ്ഞിരിക്കുന്നു. ബാക്കി 7 പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ. ശിക്ഷയിൽ പ്രോസിക്യൂഷൻ്റെ വാദവും ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്ന വിവരമാണ് കോടതിക്കകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതായത് 1 മുതൽ 8 പ്രതികളുടെ മേൽ കൊലക്കുറ്റം
കൊലക്കുറ്റം തെളിഞ്ഞു എന്ന നിർണായകമായ വിധി അല്പസമയം മുൻപ് അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റിസ് വി ജി ശ്രീദേവി പ്രസ്താവിച്ചിരിക്കുന്നു. 1 മുതൽ 8 പ്രതികൾ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ദൃക്സാക്ഷികൾ തിരിച്ചറിഞ്ഞ CCTV ദൃശ്യങ്ങളിൽ പോലീസ് ശാസ്ത്രീയമായ തെളിവ് പ്രോസിക്യൂഷൻ സമർപ്പിച്ച നൈസാം അടക്കമുള്ള 1-ാം പ്രതി അടക്കമുള്ള 8 പ്രതികൾ ഇപ്പോൾ കൊലക്കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അവരുടെ മേൽ കൊലക്കുറ്റം തെളിഞ്ഞു എന്ന കൃത്യമായ ഒരു വിധി ഇപ്പോൾ പുറത്തു വരുന്നു. ബാക്കി 7 പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണ് എന്നും കൃത്യമായ രീതിയിൽ വിവരം വരുന്നു. ശിക്ഷയിൽ പ്രോസിക്യൂഷന്റെ വാദം പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാക്കാനാകും. വേണു. ശ്രീകുമാരനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.